തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചു വരുന്ന വഴിയാണ്. പിന്നെ നടക്കാവുന്ന നല്ലൊരു കാര്യം. അപ്പൊ ഞാൻ അവിടെ എത്തിപ്പെടുക എന്നുള്ളത് എനിക്ക് കിട്ടുന്നൊരു മഹാഭാഗ്യമായിട്ട് കരുതി ഞാൻ വരാമെന്ന് പറയുകയും, പക്ഷെ എന്താ പറയാ, തിരുവനന്തപുരത്ത് നിന്ന് എത്തി നമ്മുടെ റോഡുകളിലെ ബ്ലോക്കൊക്കെ അറിയാലോ. അവിടേക്ക് എത്തി ഇവിടെ എത്തുമ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാളും 2 മണിക്കൂറോളം 2-2.5 മണിക്കൂർ വൈകി എത്തിപ്പെട്ടു. പക്ഷെ എത്തിയപ്പോൾ എനിക്കൊരു ഭയങ്കര സന്തോഷം. കാരണം നമ്മൾ ഭക്തി എന്നുള്ളത് ക്ഷമയാണ്. ക്ഷമയിലൂടെ നമുക്ക് ഭക്തിയുടെ അടുത്ത ഘട്ടങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ. നമ്മുടെ പുരാണങ്ങളിലൊക്കെ വായിച്ചാൽ നമ്മൾ കഥകളിൽ അറിയാം. 100 വർഷം തപസ് ചെയ്ത് വരം നേടി, 1000 വർഷം തപസ് ചെയ്ത് വരം നേടി. ആ വാക്കിന്റെ അർത്ഥം തന്നെ അത്രയും ക്ഷമയോടുകൂടി ലക്ഷ്യത്തിന് വേണ്ടി കാത്തു നിന്നുകൊണ്ടാണ് അവർക്ക് കിട്ടിയത് ആ വരം. ഇവിടെ വലിയൊരു ലക്ഷ്യത്തിന് തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സമയത്തിന് ഗൗനിക്കാന്റെ ലക്ഷ്യത്തിന് വേണ്ടി കാത്തിരുന്ന ആൾക്കാരാവുമ്പോൾ നിങ്ങൾ ഏറ്റവും വലിയ ഭക്തന്മാരായി തീരുകയും നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ ഭഗവാന് സഹായം ലഭിക്കുകയും തെളിയിച്ച ആൾക്കാരുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്നൊരു സന്തോഷം എനിക്ക് വിടാവുന്നില്ല. നമ്മൾ കേരളത്തില് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. ആത്മീയ രംഗത്ത് ഇതുവരെ കാണാത്ത ഒരു പുതിയ ഉണർവ് ഉണ്ടാവുകയാണ്. ഒരു വലിയ മൂവ്മെന്റ്, വലിയൊരു തിരമാല കണക്കിന് ആഞ്ഞടിക്കുന്നു. ഒരു ദിവ്യ പ്രകാശം എല്ലാ മേഖലകളിലും കാണാം നമുക്ക്. ഇപ്പൊ മുരുകഭക്തിയുടെ കാര്യത്തിൽ മുരുകൻ അനുഗ്രഹത്തിൽ എല്ലന്മാർക്ക് നടത്തുന്നത്, മുരുക സമ്മേളനം നടത്തുന്നു. കുംഭമേള, ആനന്ദമേള സ്വാമികളുടെ രൂപത്തിൽ കുംഭമേള കേരളത്തിലേക്ക് വരുന്നു. അതൊരു വലിയൊരു പ്രചാരം കിട്ടുന്നു. നന്ദവനം ഗജൻസിന്റെ രൂപത്തിൽ സാഹിത്യ രംഗത്ത് വലിയൊരു മാറ്റം വരുന്നു. ആൾക്കാര് ആത്മീയതയെ ആസ്വദിക്കാൻ തുടങ്ങി. അതാണ് അതിന്റെ പ്രത്യേകത. ആത്മീയതയെ കടുകട്ടിയായിട്ട് മാറ്റി നിർത്തുന്ന ഒരു വിഭാഗത്തു നിന്ന് സാധാരണ ജനങ്ങളിലേക്ക് അത് എത്തിച്ചേരുകയും അതിന്റെ ആനന്ദം സാധാരണ ആൾക്കാരിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്ന ഒരു സമയമാണത്. അപ്പൊ ആൾക്കാർ ആത്മീയത സ്നേഹിച്ചു തുടങ്ങി, അതിന്റെ അനുഭൂതി ആസ്വദിച്ചു തുടങ്ങി. അത് ഉറപ്പായിട്ടും കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന സാമൂഹിക രംഗത്തും സാമ്പത്തിക രംഗത്തും ആത്മീയ രംഗത്തും വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. ആ മാറ്റത്തിന്റെ ഒരു എന്താ പറയാ, ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിക്കാൻ പോവുകയാണ്.